ഇങ്ങനെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസനും ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ ഇങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അപ്പൊ അഖീഖത്ത് അറുക്കേണ്ടത് 7ാമത്തെ ദിവസമാണ്. അത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. ആൺകുട്ടിയാണെങ്കിൽ 2 അറുക്കണം, പെൺകുട്ടിയാണെങ്കിൽ അതൊന്നും അറുക്കണം. എത്രത്തോളം എന്ന് പറയുന്നത് ഈ വിഷയത്തിന്റെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയോട് അദ്ദേഹത്തിന്റെ മകൻ ചോദിച്ചു, അഖീഖത്ത് അറുക്കാന് ഒരാൾക്ക് കഴിവില്ല എങ്കിലോ? ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ മകനാണ് സ്വാലിഹ്. ഇമാം അഹ്മദിനോട് ചോദിക്കാണ്, ഖുൽതു, അദ്ദേഹം പറഞ്ഞു, ലി അബി, ഞാൻ എന്റെ പിതാവിനോട് ചോദിച്ചു, യൂലിദു ലി റജുലിൻ വലൈസ ഇൻദഹു മാ യഖ്, ഒരാൾക്ക് ഒരു കുഞ്ഞു ജനിച്ചു, അയാൾക്ക് അഖീഖത്ത് അറുക്കാനുള്ള ഒരു കഴിവില്ല, സാമ്പത്തികമായ ശേഷിയില്ല, അയാൾ അത് കടം വാങ്ങിയിട്ട് അത് ചെയ്യേണ്ട കാര്യമുണ്ടോ? ആ സമയത്ത് അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അതിന് പറഞ്ഞ മറുപടി അദ്ദേഹം പറയുന്നത്, അശദ്ദു മാ സമീഅതു ഫിൽ അഖീഖത്തി ഹദീസു ഹസൻ അൻ സമുറാനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലു ഉലാമിൻ റഹീലത്തുൻ ബി അഖീഖത്തി. അദ്ദേഹം ആദ്യം ഈ ഹദീസ് ഉദ്ധരിച്ചു കൊടുത്തു. ഈ വിഷയത്തിൽ എനിക്ക് വളരെ ഗൗരവമായി തോന്നുന്ന ഹദീസ് ഇതാണ്: ഓരോ കുട്ടിയും അവന്റെ അഖീഖത്തുമായി കടപ്പെട്ടു കിടക്കുകയാണ്. അതുകൊണ്ട് അതുകൊണ്ട് അവൻ കടം വാങ്ങി അത് നിർവഹിക്കുകയാണെങ്കിൽ അത് നല്ലതായിട്ട് ഞാൻ കാണുന്നു. അള്ളാഹു അവന് അതിന് ഖൈറ് കൊടുത്തേക്കാം. കാരണം ലിഅന്നഹു അഹ്യാ സുന്നതൻ മിൻ സുനനി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പദപ്രയോഗം ശ്രദ്ധിക്കൂ. ലിഅന്നഹു, കാരണം അങ്ങനെ ചെയ്യുന്ന മനുഷ്യൻ, അഹ്യാ സുന്നതൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ സുനനുകളിൽപ്പെട്ട ഒരു സുന്നത്തിനെ ജീവിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വത്തബഅ മാ ജാഅ ബിഹി, അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്ന ഒരു ചര്യയെ പിൻപറ്റുകയുമാണ് അയാൾ ചെയ്യുന്നത്. അതുകൊണ്ട് കടം വാങ്ങിയിട്ടാണ് അയാൾ അത് നിർവഹിക്കുന്നതെങ്കിൽ അത് നല്ലതായിട്ട്, പുണ്യമുള്ള കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നു. അള്ളാഹു അയാൾക്ക് ഖൈർ കൊടുക്കുമെന്നും ഞാൻ വിചാരിക്കുന്നു. ഇത് സാമ്പത്തികമായ ശേഷിയുള്ള ആളുകൾ പോലും ഇതിൽ പിന്നാക്കണം, എന്നിട്ടാണ് കടം വാങ്ങിച്ച് ചോദിക്കുന്നത്. അൽബാനിനോടും ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട്. അല്ലാമത്തു നാസിറുദ്ദീൻ അൽബാനിനോട് ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട്. അൽബാനി അതിന് കൊടുക്കുന്ന മറുപടി വളരെ മനോഹരമായിട്ടാണ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അതിന് മറുപടി കൊടുക്കുന്നത്. അദ്ദേഹം പറയുന്നത്, കടം വാങ്ങാം. 2 ആളുകളെ നമ്മൾക്ക് സങ്കല്പിക്കുക. ഒരാൾക്ക് കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാനുള്ള കഴിവില്ല എങ്കിൽ അയാള് കടം വാങ്ങിയിട്ട് അത് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. അയാൾക്ക്, ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ അതിന്റെ പ്രാധാന്യമാണ്. ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ ഈ വിഷയത്തിൽ നടക്കുന്നു. അഖീഖത്തിന്റെ വിഷയത്തിൽ അൽബാനി പറഞ്ഞത്, ഒരാൾ കടം വാങ്ങുകയാണ്, പക്ഷെ അയാൾക്ക് ആ കടം തിരിച്ചു വീട്ടാനുള്ള കഴിവില്ലാത്തവനാണെങ്കിൽ അയാൾ അത് കടം വാങ്ങാതിരിക്കുകയാണ് നല്ലത്. കാരണം പിന്നീട് അയാൾ കടക്കാരനാവും. ആ ഒരു സാഹചര്യത്തിലാണെങ്കിൽ അയാൾ കടം വാങ്ങേണ്ട കാര്യമില്ല. ഇനി അതല്ല, ഒരാൾക്ക് ആ സമയത്ത് ഒരു പ്രയാസം ഉണ്ടായി, 7ാമത്തെ ദിവസം, അല്ലെങ്കിൽ ആ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി, അപ്പൊ പലരും വിചാരിക്കും അത് സുന്നത്തല്ലേ എന്നുള്ള രൂപത്തിൽ ഒഴിവാക്കല്ലേ വേണ്ടത്. അവൻ ആ കടം എന്തെങ്കിലും തിരിച്ചു കൊടുക്കാൻ കഴിയുമെന്നുണ്ട് എങ്കിൽ, അവൻ ആ കടം വീട്ടാൻ കഴിയുമെന്നുണ്ട് എങ്കിൽ ഇതിനു വേണ്ടിയിട്ട് അവൻ കടം വാങ്ങൽ അവന് അനിവാര്യമാകുന്നു. കാരണം അവന് അഖീഖത്ത് അറുക്കാൻ കഴിവുള്ളവനാണ് അവൻ. ആ കടം വീട്ടാൻ അവന് സാധിക്കും. അതുകൊണ്ട് അവന് കടം വാങ്ങാനാവുന്നതാണ്. ഇത്രത്തോളം, അപ്പൊ എത്രത്തോളം അതിന് പുണ്യുണ്ടാകും? ഒരു അഖീഖത്തിന്റെ കാര്യം ഈ പറഞ്ഞത്. അത്രത്തോളം പ്രാധാന്യം ഇതിന് മുൻഗാമികളായ ആളുകൾ കൊടുത്തിരിക്കുന്നു. അപ്പോ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് 7ാമത്തെ ദിവസം അഖീഖ അറുക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ പേരിടലും 7ാമത്തെ ദിവസം ഇടൽ തന്നെയാണ്. പേരിടലിന്റെ സുന്നത്തും അങ്ങനെ തന്നെയാണ്. 7ാമത്തെ ദിവസം അതും ഹദീസിൽ നമുക്ക് കാണാവുന്നതാണ്. 7ാമത്തെ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരിട്ട് കൊടുത്തു, കുട്ടികൾക്ക് അങ്ങനെ പേരിട്ട് കൊടുത്തു എന്നുള്ളത് ഹദീസിൽ വന്നിട്ടുണ്ട്. ഇനി 7ാമത്തെ ദിവസം തന്നെ ഇടണമെന്നില്ല. കുട്ടി ജനിച്ച അന്ന് പേരിട്ടാലോ അതിന് വിരോധമില്ല. കാരണം ഹദീസിൽ
വളരെ വ്യക്തമായി തന്നെ അങ്ങനെയുള്ള പരാമർശങ്ങൾ വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് വുലിദലി അല്ലൈലത ഗുലാമുൻ, എനിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഹദീസിൽ കാണാം, എനിക്ക് ഈ രാത്രി ഇന്ന് എനിക്കൊരു കുട്ടി ജനിച്ചിരിക്കുന്നു. ഫസമ്മൈതുഹു ബിസ്മി അബി ഇബ്രാഹിം, ഞാൻ അവന് എന്റെ ഉപ്പാന്റെ എന്റെ പിതാവായ ഇബ്രാഹിമിന്റെ പേരാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, ഇബ്രാഹിം എന്ന പേരാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ആ കുട്ടി ജനിച്ച അന്ന് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരിട്ടു. എന്നാൽ ഈ ഇങ്ങനെയുള്ള ഹദീസുകളെ വെച്ചുകൊണ്ട് ഇമാം നവവി പറഞ്ഞത് 7ാമത്തെ ദിവസം പേരിടുന്നതാണ് മുസ്തഹബായിട്ടുള്ളത്, അതാണ് സുന്നത്തായിട്ടുള്ളത്, അതാണ് ജുംഹൂറായ ഉലമാക്കളുടെ അഭിപ്രായം. 7ാമത്തെ ദിവസം പേരിടലാണ്. ഇനി ഒരാൾ 1ാമത്തെ ദിവസം ഇട്ടു എന്ന് കരുതി അത് തെറ്റല്ല, അത് ഹലാലാണ്, അനുവദനീയമാണ് എന്ന് ഇമാം നവവി ഇത്തരത്തിലുള്ള ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോ പേരിടല് 7ാമത്തെ ദിവസം തന്നെ, മുടി കളയലും 7ാമത്തെ ദിവസം തന്നെ, അതും ഹദീസിൽ വന്നിട്ടുണ്ട്. മുടി കളയേണ്ടതും 7ാമത്തെ ദിവസം തന്നെയാണ്. പേരിടുന്ന അതൊക്കെ സുന്നത്താണ്. സുന്നത്ത് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞത് സ്വഹാബത്ത് എന്ത് ചെയ്തു, അതിനുള്ള ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു. അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഇനി കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പോ 7ാമത്തെ ദിവസം പേരിടല്. അതേപോലെ തന്നെ എന്തെങ്കിലും ഒന്ന് കുട്ടിയുടെ ചെറിയ കുട്ടികളുടെ വായിൽ അത് വെച്ചു കൊടുക്കല്, ചവച്ച് വെച്ചു കൊടുക്കുന്നത് അത് മുസ്തഹബാണ് എന്ന് മുൻഗാമികളായ ആളുകൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ഹദീസുകള് ആ വിഷയത്തിൽ നമുക്ക് കാണാൻ പറ്റും. അബൂ മൂസൽ അശ്ശരി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, എനിക്കൊരു കുട്ടി ഉണ്ടായി, ഞാൻ ആ കുട്ടിയുമായിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് ചെന്നു. ഫസമ്മാഹു ഇബ്രാഹിം, ആ കുട്ടിക്ക് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേര് വിളിച്ചു ഇബ്രാഹിം എന്ന്. വഹന്നകഹു ബിതംറത്തിൻ, എന്നിട്ടൊരു കാരക്ക അത് കുട്ടിയുടെ വായിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിങ്ങനെ അലിച്ചിട്ട് അത് വെച്ചു കൊടുത്തു എന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ് കാണാം. ഇതൊരു ഹദീസല്ല. മറ്റൊരു ഹദീസിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുഅതാ ബിസ്ബിയാൻ, പ്രവാചകന്റെ അടുക്കലേക്ക് കുട്ടികളെ സ്വഹാബികള് വനിതകളൊക്കെ ഇങ്ങനെ കൊണ്ടുവരാറുണ്ടായിരുന്നു. കുട്ടികളെ കൊണ്ടുവന്നാലോ കാന യുഅതാ ബിസ്ബിയാനി ഫയുബർരികു അലൈഹിം വയുഹന്നികുഹും, അവർക്ക് തഹ്നീക്ക് കൊടുക്കാറുണ്ടായിരുന്നു. ഇമാം നബവി ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, അത് മധുരം അത് കൊടുക്കാം, അതേപോലെ തന്നെ തേന് ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നത് അനുവദനീയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് കാരക്കയാണ്. എന്നാൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ അനുവദനീയാണ്. അത് ഇന്ന് കാണുന്നത് പോലെ ഏതെങ്കിലും തങ്ങന്മാരെടുത്തുക്കോ അതല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളെടുത്തുക്കോ കൊണ്ടുചെന്ന ഒരു ബർക്കത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയല്ലത്. അത് അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അത് ചെയ്യുന്നു എന്ന് മാത്രം. അല്ലാതെ അങ്ങനെ ഒരു ബർക്കത്ത് പാടില്ല, അത് എതിർത്തിട്ടുണ്ട് പണ്ഡിതന്മാര്, അത് പാടില്ല. അപ്പോ ഈ രൂപത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് സുന്നത്തുകള് ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പോ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് അഖീഖത്ത് അറുക്കൽ, അതിന്റെ പ്രാധാന്യം നമ്മൾ പറഞ്ഞു. അത് അറുക്കേണ്ടത് ആണുങ്ങൾക്കാണെങ്കിൽ 2 എണ്ണം, പെണ്ണുങ്ങൾക്കാണെങ്കിൽ 1, സ്ത്രീകളാണെങ്കിൽ 1. ഇനി 2 എണ്ണം അറുക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിലോ 1 അറുക്കുന്നതിന് വിരോധമല്ല. ഇനി 1 അറുത്തു, ഇനി കുറെ ദിവസങ്ങൾക്ക് ശേഷം സാമ്പത്തികമായ ശേഷി ഉണ്ടായി, പിന്നെ ഒന്നുകൂടി അറുക്കാൻ പറ്റുമോ? ഒന്നുകൂടി അറുക്കാം. സുന്നത്തിനെ സ്വഹാബത്ത് മനസ്സിലാക്കിയ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കി. അത് നമ്മളെ കൊണ്ട് അത് മസ്തത്താഅ്തും എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് സാധ്യമാകുന്ന രൂപത്തിൽ എന്ന് പറയുമ്പോ അത് ചെയ്യണ്ട എന്നുള്ളത് ഒരിക്കലും അതിന് അർത്ഥമാക്കാൻ പാടില്ല. അപ്പോ ഇതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സുന്നത്ത്. ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടതായ 1-2 സുന്നത്തുകളാണ് പറഞ്ഞു പോകുന്നത്. അതേപോലെ തന്നെ നമ്മൾ അവഗണിച്ചു കളയുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് നമസ്കാരത്തിന് ശേഷം നമ്മൾ ദിക്ർ ചൊല്ലാറുണ്ട്. ദിക്ർ ചൊല്ലുക, ദുആ ചെയ്യുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഒരു സുന്നത്താണ്, അതൊരു മാതൃകയാണ്. ഞാൻ ആ മാതൃക നിങ്ങൾ കേട്ടിട്ടുണ്ട്, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ അവിടെ സ്വീകരിക്കേണ്ടത് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന ദിക്റുകൾ എണ്ണം പിടിച്ചു ചെല്ലാനാണ് കൽപ്പന. അത് എണ്ണം പിടിക്കുന്നത് വിരലുകൾ കൊണ്ട് എണ്ണം പിടിക്കുന്നതാണ് അതിലുള്ള സുന്നത്ത്. വിരലുകൾ കൊണ്ട് എണ്ണം പിടിക്കുന്നതാണ് സുന്നത്ത്. ഇന്ന് നമുക്കറിയാം ആ ഒരു സുന്നത്ത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ് ദിക്ർ ചൊല്ലുന്ന ആളുകൾ തന്നെ, അൽഹംദുലില്ലാഹ് ഇങ്ങനെയുള്ള ദിക്റുകൾ ചൊല്ലുന്ന ആളുകൾ തന്നെ പലപ്പോഴും വിരല് കൊണ്ട് എണ്ണം പിടിക്കാറില്ല.
ചില ആളുകളാകട്ടെ എണ്ണം പിടിക്കുന്നത് മാല കൊണ്ട് ആണ് എണ്ണം പിടിക്കാറുള്ളത്. അതിനൊരു പേര് ഇട്ടിട്ടുണ്ട്, തസ്ബീഹ മാല എന്ന പേരിൽ ഒരു മാല ഇറങ്ങിയിട്ടുണ്ട്. ആ മാല കൊണ്ട് എണ്ണം പിടിക്കുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ബിദഅത്ത് കടന്നു വരുമ്പോൾ ഒരു സുന്നത്ത് നമുക്ക് നഷ്ടപ്പെടുകയാണ്. അതിന്നൊരു ഫാഷനായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗൾഫിൽ നിന്നൊക്കെ നാട്ടിലേക്ക് പോകുന്ന ആളുകൾ